രക്ഷപ്പെടാനുള്ള മാർഗം ഉപദേശമാണ്. ഒന്ന് കർത്താവിന് സ്വന്തം പറഞ്ഞേ, ഉപദേശം എനിക്ക് നടക്കാൻ പോകുന്നത്. പ്രവചനം കൊണ്ട് നടക്കാത്ത ഉപദേശം കൊണ്ട് നടക്കും. ദൈവത്തിന് സ്വന്തം പറഞ്ഞേ. പുരുഷാരത്തെ കർത്താവ് സ്വർഗസ്ഥനായ പിതാവ് അവൻ പറഞ്ഞു കൊടുത്ത സത്യവചനങ്ങൾ കർത്താവ് ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അപ്പൊ ഈ സംസാരിച്ച് കഴിഞ്ഞാൽ ആര് പോയി? സംസാരിച്ച് കഴിയുമ്പോഴേക്കും പിശാച് ആ കള്ളൻ എന്ത് ചെയ്തു? ആ വഞ്ചി പോയി. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. സംസാരിച്ച് തീരുമ്പോഴേക്കും ഈ ശീമോന്റെ വഞ്ചിയെ പിടിച്ചുകൊണ്ടിരുന്ന കള്ളൻ പിശാച് വിട്ടുപോയി. ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ സഭയ്ക്കകത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചോ? വചനകത്ത് കയറി കഴിയുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ യേശു പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കള്ളൻ പോയേ മതിയാകുള്ളൂ. കള്ളൻ പോയേ മതിയാകുള്ളൂ. അപ്പം യേശുവിനെ പത്രോസ് അവന്റെ വഞ്ചിയുടെ വാതിൽ തുറന്നു കൊടുത്തു. നമ്മുടെ കുടുംബത്തിലെ വാതിലിന്റെ സ്വർഗത്തിൽ നടങ്ങണമെന്ന് യേശുവിനെ സക്കായിയുടെ വീടിന്റെ വാതിൽ യേശുവിന് തുറന്നു കൊടുത്തപ്പോ ആരും പറയാതെ സക്കായിക്ക് മാനസാന്തരം. സക്കായിക്ക് മാനസാന്തരം ഉണ്ടായതുപോലെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിന് നമ്മുടെ വീടിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ നിനക്ക് മാറ്റം വരും. അപ്പൊ വായിച്ചേ. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിൽ വലവിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിന് മനസ്സിലായി. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അതെ, ഈ മീനൊക്കെ സാധനകൊണ്ടിരുന്ന പിശാച് എന്ത് ചെയ്തു? ഉപദേശം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അപ്പൊ നിങ്ങൾ ഉപദേശത്തെ എന്ത് ചെയ്യരുത്? ഉപദേശത്തെ വെറുക്കരുത്. ഉപദേശത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഉപദേശത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അങ്ങനെ ഉപദേശം കഴിഞ്ഞാൽ ആരും ഉൾക്കൊള്ളും? അപ്പൊ യേശുവിന് അവൻ മനസ്സിലായി, ഇനി വലയിറക്കിയാൽ മീൻ വലയ്ക്കകത്ത് പെടും. അല്ലേ? ഇനി വലയിറക്കിയാൽ എന്ത് ചെയ്യും? മീൻ വലയ്ക്കകത്ത് പെടും. അല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിക്കരുത്. ആമേ. ദുഷ്ടന്മാര് അങ്ങനെ കള്ളു പിടിക്കുന്നവരുടെ കൂടെ ഇരിക്കരുത്. അല്ലേ? കള്ളു കുടിക്കരുത്. അല്ലേ? അങ്ങനെ പൈസോ അങ്ങനെ കള്ളു പിടിക്കരുത്. അവർ കള്ളു പിടിക്കുന്നവരുടെ കൂടെ ഇരിക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഒറ്റപ്പെട്ടും വയ്യാത്തായി അങ്ങനെ പരിഹാസികളുടെ ഇരുപടത്തിൽ ഇരിക്കരുത്. ദൈവത്തിന്റെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവന് പ്രത്യേകത, അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധ്യമാകും. പച്ചപ്പുഴും തുള്ളലും അവനെ തൊടാൻ പറ്റില്ല. ദൈവം അവനെ കോട്ടയായി നിൽക്കും.
പത്രോസിന് നല്ല കഴിവുണ്ട്, പത്രോസിന് നല്ല യോഗ്യതയുണ്ട്, എല്ലാ പണിയിലൊക്കെ നല്ല മിടുക്കനാ. പക്ഷേ ഇവനെ തടയുന്ന ശക്തി പിശാച. ഹല്ലേലൂയ. പിശാച് എന്ത് ചെയ്യാണ്? പത്രോസിന്റെ ആമേൻ വലയ്ക്കകത്ത് മീൻ കയറാതിരിക്കാൻ പിശാച് പണിയെടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ശിവന്റെ പടകിനകത്ത് കയറി ഉപദേശം കഴിഞ്ഞപ്പോൾ യേശുവിന് മനസ്സിലായി ഈ പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയാണ് ശിമോനോട്, എന്താ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന്. അപ്പൊ കഴിഞ്ഞ രാത്രി ഒരു തലകുത്തി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വളരെ ക്ഷീണിച്ച് അവശനായിട്ട് വന്നിരിക്കുക. സ്തോത്രം. നമ്മളോടായാലും പറയാം, ഇനി നീ ഇറക്കിക്കോ, കാര്യം നടക്കുമെന്ന് പറഞ്ഞ നമ്മള് പറയും, ഇത്ര നാളും ഞാൻ എല്ലാം ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല. പൈസലോ ഹല്ലേലൂയ. ഇത്ര നാളും ഒരുപാട് കാര്യം ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല. ഇനി ഈ വയസ്സാം കാലത്ത് വല്ലതും നടക്കും. നടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ തന്നെ ശിമോൻ പത്രോസും പറഞ്ഞു. എന്താ പറഞ്ഞത്? രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. കുറെ കാശ് ആശുപത്രിയിൽ പോയി, കുറെ കാശ് തൊഴിലാളിൽ പോയി, കുറെ കാശ് ആൾക്കാർ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു കൊടുത്തു, ഒന്നും കിട്ടിയില്ല. അല്ലേ? അങ്ങനെ ഇങ്ങനെ മനുഷ്യരുടെ പലരുടെ അവസ്ഥകൾ അങ്ങനെയാണ്. കുറെ കാശ് ഇപ്പൊ ആശുപത്രിയിൽ പോകും, കുറെ കാശ് കള്ളുഷാപ്പിൽ പോകും, കുറെ കാശ് പലർത്തും പോകും, പലർത്തും പോകും. അവസാനം ഒന്നുമില്ല. സ്വതന്ത്രം. ദൈവത്തിന് സ്വതന്ത്രം. അപ്പൊ ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ അകത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കയറി കഴിയുമ്പോൾ അതിന്റെ പിശാച് ഓടി കൂടും. അല്ലേ? സ്വതന്ത്രം. ദൂത് അതാണ് എഴുതിയിട്ടോ, നിന്റെ കുടുംബത്തിന്റെ വാതിൽ സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിന്റെ തുറക്കണം. സ്വർഗത്തിന്റെ വചനത്തിന് വാതിൽ തുറക്കണം. കള്ള യേശുവിനെ, കള്ള അപ്പോസ്തലനെ പുറത്താക്കണം. അല്ലെങ്കിൽ കള്ള പ്രവാചകന്മാരെ പുറത്തിറക്കണം. സത്യത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. സത്യവചനത്തെ മുറുകെ പിടിക്കണം. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആശ്ചര്യകത്ത് നട്ടിരിക്കുന്നത്, നഗ്നകാലത്ത് ഫലം കായ്ക്കുന്നത്, വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതെല്ലാം സാധ്യമാണ്. ദൈവത്തിന്റെ സ്വന്തം വന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എങ്കിലും ദൈവം പറയാണ്, അമ്മ ഇത്ര കാലം പരിശോധിച്ച് ഒന്നും നടന്നില്ല. കർത്താവ് പറയാണ്, നീ വീണ്ടും പരിശോധിക്കുക. ഹല്ലേലൂയ. യേശു നിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കയറിയത് വേറൊരു സുവിശേഷമായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് അകത്ത് കയറിയത് വേറൊരു യേശുവായിരുന്നു. അല്ലെ? അതുകൊണ്ട് പല പരാജയങ്ങൾ സംഭവിച്ചത്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിനെ അകത്ത് കയറ്റുമ്പോ പത്രോസ് പറയുകയാണ്, നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ ഈ പറഞ്ഞ വാക്കിനെ ഞാൻ എന്ത് ചെയ്യാം? വലയിറക്കാം. ഒരു പ്രതീക്ഷയില്ല. ആർക്ക് ഒരു പ്രതീക്ഷയില്ല? പത്രോസിന് പ്രവചനമാണ് കേൾക്കുന്നതിൽ ഇച്ചിരി പ്രതീക്ഷ വന്നില്ല. അല്ലേ? ഈ ഉപദേശം കേട്ടാൽ കൊള്ളാം, ഒരു പ്രതീക്ഷയില്ല. അല്ലേ? പക്ഷെ കാര്യം നടക്കും. ഒന്നൊരു ജ്ഞാനത്തിലേക്ക് നീക്കി എന്ത് ചെയ്യണം? വെളിച്ചത്തിന് പല അപ്പോ ഉപദേശമാണ്. ഉപദേശം കേട്ടതുകൊണ്ട് പത്രോസിന് ഒരു പ്രതീക്ഷയില്ല. പത്രോസ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി കൂടെ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. പക്ഷെ ഇതിന്റെ വാക്കിന് ഞങ്ങൾ എന്ത് ചെയ്യാം? പല ഇറക്കാം. അങ്ങനെ വല ഇറക്കി. എന്ത് സംഭവിച്ചു? അവർ അങ്ങനെ ചെയ്തപ്പോൾ അകപ്പെട്ട് വല ഈറുമാണ്. ഹല്ലേലൂയ. ഒറിജിനൽ യേശു പ്രവർത്തിക്കാൻ പോവാ. ഇറങ്ങി വന്ന കർത്താവ്
പ്രവർത്തിക്കാൻ പോവാ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവാ. നമുക്ക് മാറ്റം വരാൻ പോവാ. നമുക്ക് മാറ്റം വരും. ഹല്ലേലൂയ. ഈ പത്രോസ് അന്തം വിട്ടുപോയി. ഹല്ലേലൂയ. ആശ്ചര്യപ്പെട്ടുപോയി. അവിടെ വല ഇറക്കിയിട്ട് അവനെ വല കീറുമാറും അവനെ വലിച്ച് കയറ്റാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അത്രമാത്രം മത്സ്യം ആ വലക്കകത്ത് കയറി. എന്ന് പറഞ്ഞാൽ നീ 10 പ്രാവശ്യം വല വീശുന്നത് ഒറ്റ വലക്കകത്ത് കയറുക. ഒറ്റ പ്രാവശ്യം കയറുക, 10 പ്രാവശ്യം വലയിറക്കുന്നത്. 10 പ്രാവശ്യം വല വീശിയ കിട്ടുന്ന മത്സ്യം ഒറ്റ വലയിറക്കല് കയറുക. നിനക്ക് നഷ്ടമായ സംവത്സരങ്ങൾ ഞാൻ നിനക്ക് മടക്കി തരും. പച്ചപ്പുഴും തുള്ളലും നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിനക്ക് മടക്കി തരും. ഹല്ലേലൂയ. എന്ത് ചെയ്താൽ മതി? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ യേശു സത്യവചനത്തെ, സ്വർഗത്തോട് താല്പര്യമുളവാക്കുന്ന വചനത്തെ ഹല്ലേലൂയ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. അവൻ വിശ്വസ്തനായ ദൈവം. അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും. അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റുന്നവനല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ശീമോൻ പത്രോസിന്റെ പടകൾ നിറഞ്ഞു. അവന് ഒരു കിണക്കിന് എന്ത് ചെയ്തു? വലിച്ച് കയറ്റി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ പടക് 2-3 നിറച്ചു. അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. ഇത് ആര് പറഞ്ഞു? ഹല്ലേലൂയ. ഒറിജിനൽ യേശു ഒരാളുടെ അകത്ത് വന്നാൽ അവന്റെ പാപം വെളിപ്പെടും. പാപിയെന്ന് സമ്മതിക്കും. ഒറിജിനൽ യേശു വന്നാൽ പാപത്തെ കുറിച്ചൊരു നുറുക്ക ഹൃദയത്തിലുണ്ടാകും. അത് സംഭവിക്കുമ്പോൾ രക്ഷ വരുന്നത്. പാപത്തെ കുറിച്ച് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം തരും. ഒറിജിനൽ യേശുവിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ഒരാളുടെ അകത്ത് വന്നാൽ ആളുടെ അകത്ത് തന്റെ പാപത്തെ ഓർത്തൊരു കരച്ചിലുണ്ടാകും. അപ്പോഴാണ് ശരിയായ രക്ഷ സംഭവിക്കുന്നത്. പാപപരിഹാരാർത്ഥം പാപബോധം വന്നു. അവന്റെ ഹൃദയത്തിനകത്ത് നുറുക്കമുണ്ടായി. അവൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായി, എന്നെ വിട്ട്. കാര്യം മനസ്സിലായി, ഇത് പരിശുദ്ധനായ ദൈവമാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണ്. ഞാൻ അശുദ്ധിയുണ്ട്. മനസ്സിലായി. യേശുവിന്റെ കാൽക്കൽ പകൽക്കാലം നമുക്കൊന്ന് വീഴാൻ കഴിയും. സമ്മതിക്കാൻ കഴിയും. ആ വീട് തേടി വന്ന യേശുവിന്റെ കാൽക്കൽ വീഴാം. സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിന്റെ കാൽക്കൽ വീഴാം. ഒന്ന് പറയാം, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. നമ്മുടെ എല്ലാ പാപ സ്വഭാവങ്ങളും, നമ്മുടെ എല്ലാ
ദുശീലങ്ങളും ഹല്ലേലൂയ കർത്താവ് പറഞ്ഞതെല്ലാം മാറ്റണം. ഹല്ലേലൂയ അങ്ങനെ എല്ലാ ദുശീലങ്ങളും മാറട്ടെ, അങ്ങനെ എല്ലാ ദുഷ്ടതയും മാറട്ടെ, എല്ലാ അഴുക്കും മാറട്ടെ, എല്ലാ പാപ സ്വഭാവങ്ങളും മാറട്ടെ, അഹങ്കാരം മാറട്ടെ, അത് കോപ സ്വഭാവം മാറട്ടെ, ഏഷണി മാറട്ടെ, അസൂയ മാറട്ടെ, പക മാറട്ടെ, വിണക്കം മാറട്ടെ, അങ്ങനെയെല്ലാം മാറട്ടെ, എല്ലാ ദുഷ്ടതയും വിട്ട് മാറട്ടെ, എല്ലാ ദുഷ്ടതയും തിന്മകളും നമ്മെ വിട്ട് മാറട്ടെ. അവൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന യേശുവേ അങ്ങയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. പത്രോസ് വിചാരിച്ചു, പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാകുന്ന മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്നാ പത്രോസ് പറഞ്ഞത്. പക്ഷേ ഹല്ലേലൂയ ആമേൻ, പത്രോസ് അങ്ങനെ പറഞ്ഞത് അത്രമാത്രം പാപം അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു പത്രോസിനെ വിട്ടു പോകാൻ തയ്യാറല്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, പത്രോസേ ഞാൻ നിന്നെ തേടിയാണ് വന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ തേടിയാണ് വന്നത്. ആമേൻ. ഞാൻ വന്നത് പാപികളെ തേടിയാണ്. ഹല്ലേലൂയ. പകല് നമ്മുടെ അകത്തുനിന്ന് എല്ലാ പാപ സ്വഭാവങ്ങളും മാറും. എല്ലാ അശുദ്ധികളും മാറും. എല്ലാ ദുശീലങ്ങളും മാറും. മാറ്റിത്തരാൻ കഴിവുള്ളവനാ വന്നിരിക്കുന്നത്. നമ്മൾ ആഗ്രഹത്തോട് പറഞ്ഞാൽ അവൻ അത് മാറ്റിത്തരും. പത്രോസിനെ മാറ്റിയ ദൈവം ഇന്ന് പകലിനകത്തുണ്ട്. നമ്മെ രൂപാന്തരപ്പെടുത്താൻ അവനെ കഴിയും. കഴിയുള്ളൂ. ഭാഗ്യമായ മനുഷ്യനോട് എന്നെ വിട്ടു പോകണമെന്ന് പത്രോസ് പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇല്ല, നിന്നെ ഞാൻ വിട്ടു പോകുന്നില്ല. ഇനി ഒരു പ്രവചനം പറയുന്നത്, നീ ഇപ്പൊ മനുഷ്യത്തെ പിടിച്ചു, നീ മനുഷ്യനെ മനുഷ്യനെ പിടിക്കുന്നവനാകും. നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അത് പറഞ്ഞാൽ ഈ മത്സ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പോരാടുന്ന പിശാചിനേക്കാൾ വലിയ പിശാചാണ് മനുഷ്യനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പോരാടുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ വലയ്ക്കകത്താകാതിരിക്കാൻ പോരാടുന്ന പിശാച് മൂത്ത പിശാച. മത്സ്യം എത്ര പോയാലും കുഴപ്പമില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ വലയ്ക്കകത്ത് പെടരുത്. അല്ലേ? അല്ലേ? അതാണ് നമ്മള് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? അതൊക്കെ കുറഞ്ഞു പോകുന്നത്. അല്ലേ? ഏറ്റവും മൂത്ത വിശ്വാസമാണ് പിന്നെ പോരാണ് നേരുന്ന മത്സ്യം അല്ല മനുഷ്യൻ എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ വലയ്ക്കകത്ത്. അല്ലേ? പക്ഷേ കർത്താവ് പത്രോസിന് അധികാരം കൊടുക്കാം. നിനക്ക് ഞാൻ അധികാരം തരാം. കാര്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ നീ സ്വീകരിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു അനുഗ്രഹം തരാം. നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അതുകൊണ്ട് പത്രോസ് ഒറ്റ പ്രസംഗം, മറ്റൊരുവനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യതയിൽ യേശുവിന്റെ നാമത്തിലാണ് വേണ്ടത്. ഇത് കേട്ടപ്പോൾ 3000 എണ്ണം വലയ്ക്കടുത്തു. അല്ലേ? 3000. അന്ന് 3000 മത്സ്യം വീട് കാണില്ല. അല്ലേ? എന്നാൽ ഒറ്റ പ്രസംഗത്തിൽ 3000 മനുഷ്യർ പത്രോസ് ഇറക്കിയ വലയ്ക്കടുത്ത് വീണു. 3000 പേര് രക്ഷിക്കപ്പെട്ടു. അല്ലേ? ഇന്ന് പകൽ ദൈവം ദൂത് പറയാ, ഈ ദേശത്തിലേക്ക് യഥാർത്ഥ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ, നിന്റെ ഭവനെ യഥാർത്ഥ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ, നിന്റെ ദേശം യഥാർത്ഥ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ, നീ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. നീ ഇതുവരെ കേൾക്കാത്തത് സംഭവിക്കും. ഇതുവരെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, നിന്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്തത്. പത്രോസിന്റെ പടക് നിറച്ച് അവൻ പാപിയാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവനെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് നിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉപദേശം കേട്ട് കഴിയുമ്പോൾ പിശാച് ഓടിപ്പോകും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് മുളങ്ങി വരാം. 2 കൊരിന്ത്യർ 11 3 വാക്യം
എന്നാൽ സർപ്പം രാത്രിയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ പറയുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ ക്രിസ്തുവിന്റെ ഉപദേശം വിട്ട് നമ്മൾ എന്ത് ചെയ്തത്? മാറി പോകുന്നു. അല്ലേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ ക്രിസ്തുവിന്റെ ഉപദേശം വിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മാറി പോകരുത്. ഹല്ലേലൂയ. ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. കാരണം എന്റെ പേരെടുത്ത് അനേകർ വരും. അനേക കള്ളപ്രവാചകന്മാരും കള്ള അപ്പസ്തോലന്മാരും എഴുന്നേൽക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം ധരിച്ച് വരും. ഉള്ളിലോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും. മക്കൾ യേശുവിന്റെ വാക്കാണ്. ഹല്ലേലൂയ. ഒറിജിനലായ കർത്താവിന്റെ വാക്കാണ്. എന്റെ നാമത്തിൽ പലരും വരും. ഹല്ലേലൂയ. അവരെ ആടുകളുടെ വേഷം ധരിച്ചിട്ട് വരും. പക്ഷെ അകത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ രക്ഷിക്കാൻ എന്നാണ് നമ്മൾ വിചാരിച്ചത് അലകും കൊടുക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞില്ലേ, ഓടിപ്പോയിട്ട് തല വെച്ച് കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും രക്ഷിക്കാനാ വരുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മളിനെ കടിച്ച് മാറ്റി ഭരിക്കാനാ വരുന്നത്. ഹല്ലേലൂയ. കടിച്ച് കീറി കൊല്ലാനാ വരുന്നത്. മോഷ്ടിക്കുക, അറുക്കുക, കുടിക്കുക. അല്ലെ? ചിലരടുത്തേക്ക് 10 പ്രാവശ്യം പോയുള്ള കാശ് കിട്ടി. ഹല്ലേലൂയ. അല്ലെ? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ആദ്യം നമ്മൾ 500 കൊടുക്കും, പിന്നെ 5000 ആവും. ഹല്ലേലൂയ. പിന്നെ 1,00,000 ആവും. അവസാനം പോയ ഏകദേശം കാര്യമായിട്ടുണ്ടാവും. സ്വത്രം. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ കണ്ടത് കുറേയുടെ ഞാൻ ഒരുപാട് പേരുടെ പേര് പാസ്റ്റർമാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ കയ്യും കണക്കില്ലാതെ അവർക്ക് കൊടുത്തു. സ്വത്രം. എന്നിട്ട് ആൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം 1.5 മാസത്തേക്ക് സൗഖ്യം കിട്ടി. പിന്നെ ആദ്യം 6 മാസത്തേക്ക് സൗഖ്യം കിട്ടി. പിന്നെ 1.5 മാസത്തേക്ക് സൗഖ്യം കിട്ടി. പിന്നെ അത് വീണ്ടും രോഗമായി. അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. അപ്പം ആ പുള്ളിയാണ് വീട്ടിൽ വന്നത്. ഒരു പാമ്പ് കടിച്ചു കൊന്നു ആള് പോയതിനു ശേഷം. ഹല്ലേലൂയ. സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ആളോട് ഞാൻ കുറെ കാര്യം ചോദിച്ചപ്പോൾ ആളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ ലക്ഷങ്ങൾ എന്ത് ചെയ്തു? ഭക്ഷണം എന്ത് ചെയ്തു? ഒരു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതാണ് ചിലര് എന്ത് ചെയ്യിക്കുന്നുണ്ട്? മോഷിക്കാനും അറക്കാനും കുടിക്കാനും വേണ്ടി അവരുടെ കുറ്റമല്ല, അവരുടെ അകത്തിരിക്കുന്നത് ചെന്നായുടെ കുറ്റം. അപ്പോ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം കേൾക്കുന്നിടത്തെല്ലാം ഓടരുത്. ഹല്ലേലൂയ. അതെല്ലാം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ നാമം കേൾക്കുന്നിടത്തേക്ക് എന്ത് ചെയ്യരുത്? യേശുവിന്റെ നാമത്തിൽ കള്ളപ്രവാചകന്മാർ അനേകം എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള പേര് പറഞ്ഞ ഇനി ആൾക്കാരെ വഴിതെറ്റിക്കാൻ പറ്റില്ല. പിന്നെ ആരുടെ പേര് പറയണം? യേശുവിന്റെ പേരില് പറഞ്ഞാലേ ഇനി ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എത്തിക്കാൻ പറ്റും. ദൈവത്തിന് സ്വന്തം പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വേറെ ഒരു യേശു ഉണ്ടെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കാൻ പോകുന്നത് എന്താണ്? വായിച്ചേ ഞങ്ങൾ പ്രസംഗിക്കാത്ത ഞങ്ങള് ഏത് യേശുവിനെ പ്രസംഗിച്ചത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ യേശുവിനെ, പാപമറ്റ ജീവിതം കാണിച്ചു തന്ന് ആ മാതൃക കാണിച്ചു തന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. പണത്തോട് ദ്രവ്യാഗ്രഹമില്ലാത്ത യേശു, ലോകമോഹമില്ലാത്ത യേശു, ഇവിടെ വലിയ സമ്പന്നനാകണമെന്ന് ആഗ്രഹമില്ലാത്ത യേശു, സ്വർഗത്തെ സ്നേഹിച്ച യേശു. ഹല്ലേലൂയ. അതാണ് ഞങ്ങൾ പ്രസംഗിച്ച യേശു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ചിലര് വന്നിട്ട് പ്രസംഗിക്കുന്നത് മറ്റൊരു യേശു. എന്താണ്? ഞാൻ നിന്നെ ഈ ഭൂമിയിൽ എന്താക്കും? ഞാൻ നിന്നെ എന്താക്കും? അപ്പൊ എന്തായി? അത് വേറൊരു യേശു. ഒറിജിനൽ യേശു എന്ന് പറയുന്നത് നിങ്ങളുടെ പൗരത്വം ഭൂമിയിലല്ല, നിങ്ങളുടെ പൗരത്വം സ്വർഗ്ഗത്തിൽ. ഇതാണ് ഒറിജിനൽ യേശു എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു യേശുവിന്റെ ആളുകൾ പറയും
ഇതെല്ലാം ഭൂമിയിലാണ്. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് കർത്താവ് പറയുന്നു, ഈ മറ്റൊരു യേശു ആമേൻ നമ്മുടെ അകത്തുനിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറിച്ച് കളയണം. ഹല്ലേലൂയ. ആമേൻ. അല്പം പുളിമാവ് മൊത്തത്തിൽ എന്ത് ചെയ്യും? പുളിപ്പിക്കും. ഇത് അല്പം പുളിമാവ് എന്ത് ചെയ്യും? മൊത്തത്തിലും മാവിനെ പുളിപ്പിക്കും. അപ്പൊ ഈ അല്പത്തെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കളയണം. ഇന്നൊരു കാര്യം തീരുമാനിക്കണം, സ്വർഗത്തിലെ യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ആ യേശു വന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ശുഭമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മള് എന്തുകൊണ്ടാണ് അവൻ പലയിടത്തും ഓടിയിട്ട് നമുക്ക് മാത്രം വ്യത്യാസം വരാത്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ദൈവം മണവാട്ടിയായി കണ്ടതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ ദൈവം നമ്മളെ വിളിച്ചതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ എത്തിക്കാനുള്ള ആഗ്രഹത്തോടെ ദൈവം നമ്മെ വിളിച്ചതാണ്. അപ്പോ അവന്റെ പുത്രനായ യേശുവിന്റെ അടുക്കൽ എത്തിയെങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നിനക്ക് നൽകപ്പെടും. ഈ ഭൂമിയിലെ കാര്യങ്ങളായിട്ട് നിന്നും എന്ത് കുടിക്കും, അല്ലെ, എന്ത് ധരിക്കും? ഇങ്ങനെ ഭൂമിയിലുള്ള ആവശ്യങ്ങളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കണം. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. സ്വന്തം ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുക? സ്വർഗത്തിൽ പാർപ്പിക്കാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ ഇന്ന് നമ്മൾ സ്വർഗത്തിലെ കർത്താവിനെ കണ്ടു കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ സ്വർഗത്തിലെ യേശുവിനെ കുറിച്ചുള്ള, സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിന്റെ വചനമായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിയിരിക്കും. എത്ര വലിയ പിശാചും അത് കേൾക്കുമ്പോൾ ഓടിപ്പോയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താണ് സുവിശേഷം? യേശുവിനെ പോലെ നമ്മളെ ആക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. മനസ്സിലായോ? യേശു ഈ ഭൂമിയിൽ വന്നു, ജനിച്ചു, ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചു, മരിച്ചു, മരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എവിടെ പോയി കർത്താവ്? സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത്. നമ്മളും എവിടെ എത്തണം? അവിടെ എത്തണം. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ഇതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം. ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രസംഗിച്ച സുവിശേഷം. ഹല്ലേലൂയ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ, പ്രസംഗിക്കുന്ന ആരെയാണ്? യേശുവിനെ. പക്ഷെ ഞങ്ങൾ പ്രസംഗിച്ച യേശുവല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഉപദേശമല്ല. എന്താണ്? വേറൊരു ഉപദേശം. ഞാൻ പറഞ്ഞല്ലോ, ശരിയായ യേശുവിന്റെ പ്രബോധനം കേട്ടാൽ ഈ ഭൂമിയോട് സ്നേഹമില്ലാതെയാണ്, ഈ ശരീരത്തോട്, ഇതിന്റെ ആഗ്രഹങ്ങളോട് സ്നേഹമില്ലാതെയാണ്, ജഡിക സുഖങ്ങളോട് സ്നേഹമില്ലാതെയാണ്, ലോകത്തോട് സ്നേഹമില്ലാതെയാണ്, ഈ ലോകത്തിലെ പണത്തോട്, പ്രതാപങ്ങളോട്, സ്ഥാനമാനങ്ങളോട് ഒട്ടും തന്നെ സ്നേഹമില്ലാതെയാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യ ഉപദേശം. അതാണ്. ഈ ഉപദേശമല്ലാതെ യേശു എന്ന് പറഞ്ഞാലോ, 1000 പ്രാവശ്യം പറഞ്ഞാലോ, ആരും പറഞ്ഞാലോ നിങ്ങൾ സ്വീകരിക്കരുത്. സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു,
ഇങ്ങനെ പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവരെ ആടുകളുടെ വേഷം ധരിച്ച് കിട്ടിയത് വായിച്ചു. അവര് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ദൈവത്തിന് സ്വന്തം ഹല്ലേലൂയ. അവരുടെ ഒരു പ്രവചനമോ അവരുടെ ഒരു ശുശ്രൂഷയോ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്നേഹം ഈ ഭൂമിയോടാണോ, ഈ ഭൂമിയിലെ പണത്തോടാണോ, ഈ ഭൂമിയിലെ വസ്തുവകകളോടാണോ, അതോ സ്വർഗത്തോടാണോ? നമുക്ക് നമ്മുടെ പാപമോ പാപത്തെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ? ഉപദേശം കേൾക്കുമ്പോ ഹല്ലേലൂയ. നമ്മുടെ പാപത്തെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 1 Corinthians 14 അധ്യായത്തിലേക്ക് വന്ന് 1 Corinthians 14 അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ച് 1 Corinthians 14 അധ്യായത്തിന്റെ പ്രവചനം എന്തിനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പ്രവചനം കേൾക്കുമ്പോൾ ഒന്നാമത് നമുക്കുണ്ടാകണം ആത്മീക വർധന. എന്നാൽ ആത്മീക വർധന വന്നാൽ പിന്നെ ശാരീരിക വർധന ഇല്ലാതെ അല്ലേ എന്ന് പറഞ്ഞാൽ ജഡീക വാസനകൾ അതിനെല്ലാം നമുക്ക് എന്ത് തോന്നും? അതിനോടൊക്കെ വെറുപ്പ് തോന്നും. ഒന്ന് കർത്താവിന് സ്വന്തം പറഞ്ഞേ. ആത്മീക വർധന ഉണ്ടാകും ഒരു പ്രവചനം കേൾക്കുമ്പോൾ. ദൈവത്തിന് സ്വന്തം പറഞ്ഞേ ഹല്ലേലൂയ. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിന്, പിന്നെ പ്രബോധനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മെ അടുപ്പിക്കും. പ്രവാചകൻ ദൈവത്തോട് അടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് കൊടുത്താൽ ദൈവം അടുക്കും. അല്ലേ? അടുക്കോ? നമ്മുടെ കയ്യിലെ കാശ് കാണിച്ചത് ദൈവത്തിന് എങ്ങനെ അടുക്കും? കാശ് എങ്ങനെ കാണിച്ചത്? പ്രവാചകൻ അടുക്കും, പക്ഷെ ദൈവം അടുക്കില്ല. ദൈവത്തിന് സ്വത്രം. മനുഷ്യൻ അടുക്കും, പക്ഷെ ദൈവം സ്വന്തം. പ്രവാചകന്മാർ നല്ല നല്ല ദൂത് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ പൊക്കി വെച്ചാൽ ഇതിങ്ങനെ പൊക്കി വെച്ചിട്ടില്ല. 2000 പൊക്കി വെച്ചിട്ടില്ല. അപ്പൊ നല്ല ദൂത് കിട്ടും. അത് കാണുന്ന നമ്മുടെ സാധനം ഉണ്ടെന്ന് അല്ലേ? അപ്പൊ നല്ല ദൂത് കിട്ടും. നിങ്ങൾ ഒരു കുഴപ്പം പറയില്ല, എല്ലാം നല്ല നോക്കി. അപ്പൊ പ്രവചനം എന്തിനാണെന്ന് പറയുന്നു. ഒന്നാമത് ആത്മീക വർധനവിന്, 2 പ്രബോധനത്തിന്, 3 ആശ്വാസത്തിന്. മനുഷ്യരോട് സംസാരിക്കുന്നു. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ എല്ലാവരുടെ വാക്കിനാലും അവൻ എന്ത് വരും? എന്താ വരുന്നത്? ശരിക്കും പ്രവചനത്തില് നമുക്ക് കിട്ടേണ്ടത് പാപബോധം വന്ന് നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യും? നമ്മുടെ അപ്പനോട് നമ്മൾ എന്ത് ചെയ്യും? അപ്പനോട് എടുത്താൽ അപ്പനെല്ലാം നമുക്ക് തരാൻ കഴിയും. അപ്പനെ തരുമോ? അല്ലേ? നമുക്ക് പിശാച് പോകണമെങ്കിൽ, നമുക്ക് രക്ഷ വരണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചാലേ കഴിയും. പ്രവാചകന്റെ പ്രവചനം കേൾക്കുമ്പോൾ ഒന്നാമതുണ്ടാകേണ്ടത് ആത്മീക വർധനവ്. സന്തോഷമുണ്ട്. ഇവിടെ കൊറിന്ത്യർ ലേഖനത്തിൽ പറയുന്നതാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ, ഞങ്ങൾ കേൾപ്പിക്കാത്ത സുവിശേഷം. അപ്പോൾ അത് പറയുമ്പോഴും ആത്മാവുണ്ടെന്ന് നമ്മൾ എഴുതിയിരിക്കുക. നിങ്ങൾ പ്രാപിക്കാത്ത വേറൊരു ആത്മാവ്. ഇതാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. സ്വന്തം വേറൊരു ആത്മാവ് വേറൊരു യേശുവിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
എന്ന് കർത്താൻ സ്വന്തം പറഞ്ഞോ. ഹല്ലേലൂയ. 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 അത് വായിച്ചാൽ ഒന്ന് വായിച്ചാൽ ഒന്ന് കൊടുത്തത്. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും. അപ്പൊ എന്തുണ്ട്? സുവിശേഷമുണ്ട്, നല്ല വാർത്തകൾ പറയുള്ളൂ. എന്താണ്? നിന്നെ എന്ത് ചെയ്യും? നിന്നെ ശരിയാക്കും, എല്ലാം സെറ്റപ്പ് ആവും, ഒക്കെ സംഭവിക്കും. കുറവൊന്നും പറഞ്ഞില്ല, ഇല്ലില്ല, ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്ക് ഇഷ്ടമായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എന്തായാലും ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു, ഞങ്ങൾ പറയാത്ത സുവിശേഷം, പിന്നെ വേറൊരു ആത്മാവും അവരെന്ത് ചെയ്യും? സ്തോത്രം. അവര് ആ ശക്തി വ്യാപരിക്കും. അത് പിശാചിന്റെ ശക്തിയാണ്. പക്ഷെ യേശുവിന്റെ പേരിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തല മുമ്പോട്ട് സ്വീകരിക്കും. അത് ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത്, നമ്മളെ ദൈവം സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അധ്യായത്തിന്റെ 11-ന്റെ 2 കള്ള അപ്പോസ്തലന്മാരുടെ ഇങ്ങനെയുള്ളവർ ആ അധ്യായത്തിലെ നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ കാണാം. ഇങ്ങനെയുള്ളവർ കള്ള, അപ്പൊ ശരിയായ അപ്പോസ്തലനും ഉണ്ട്, കള്ള അപ്പോസ്തലനും ഉണ്ട്. ഇത് ആരും തന്നെ പറഞ്ഞിരിക്കുക? ദൈവം തന്നെ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവര് കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. ഹല്ലേലൂയ. ശരിക്കും അപ്പോസ്തലൻ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിൽ പഠിക്കണം. ശരിക്കും ഒരു അപ്പോസ്തലന് എന്ന് പറഞ്ഞാൽ അവന് ഈ ലോകത്തോട് ഒരു സ്നേഹം, ഒരു സ്വന്തമായ വീട് പോലും പുള്ളി ആഗ്രഹിക്കുക. യഥാർത്ഥ ഒരു അപ്പോസ്തലൻ, യേശുവിനെ അനുഗമിക്കുന്ന യഥാർത്ഥ ശിഷ്യൻ, യഥാർത്ഥ അപ്പോസ്തലൻ സ്വന്തമായ ഒരു വീട്ടിൽ കിടക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. വാടക വീടായാലും ഭയങ്കര സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. എനിക്ക് വാടക ഞാനൊന്നും ആയിട്ടില്ല. ഹല്ലേലൂയ. ഞാനൊന്നും ആയിട്ടില്ല. ഹല്ലേലൂയ. അപ്പം ശരിക്കും നമ്മൾ വചനം പഠിക്കണം. ശരിയായ അപ്പോസ്തലന് ഉണ്ടാകുന്ന സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് ശരിയായ അപ്പോസ്തലന്. ആമേൻ. അതൊക്കെ നമുക്ക് പിന്നീട് വായിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം മുഴുവനും സ്വർഗ്ഗത്വമാണ്. ഹല്ലേലൂയ. അവരുടെ ലക്ഷ്യം മുഴുവനും സ്വർഗമാണ്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ മാർഗം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ മതിയോ, ഈ ഭൂമിയിലെ യേശുവിനെ മതിയോ? ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ മതി, എന്നാലേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാലേ യഥാർത്ഥ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ, യഥാർത്ഥ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് കള്ള അപ്പോസ്തലന്മാർ, പിന്നെ കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരല്ലേ. ശരിക്കും അപ്പോസ്തലൻ എന്നുള്ള പേരും കൂടെ നമ്മുടെ പേരിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലേ ലിയ? ഇന്നൊരു ട്രെൻഡാണ്. എന്താണ്? എല്ലാവരുടെ പേരിന് മുമ്പ് അപ്പോസ്തലൻ. അതൊന്നും, അത് നമ്മളല്ല വെക്കുന്നത്, ദൈവമാണ് പറയേണ്ടത്. അല്ലേ ലിയ? പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിലെ അപ്പോസ്തലൻ എവിടെ കിടക്കുന്നു? ഇന്ന് നമ്മൾ കാണുന്ന അപ്പോസ്തലൻ എവിടെ കിടക്കുന്നു? അല്ലേ? കോടികൾ ബാങ്ക് ബാലൻസ് ഇട്ട്, മണിമന്ദിരങ്ങൾ, ബംഗ്ലാവുകൾ കെട്ടിക്കൊടുത്തുണ്ട്. അല്ലെ? കോട്ടും സൂട്ടും ഇട്ട്. ഇവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കോട്ടും സൂട്ടും ഇട്ട് ഒരു കാര്യമില്ല. അല്ലേ? നല്ല മഞ്ഞ് പോലെ കിടന്നത് അല്ലേ? സ്വന്തം ഇവിടെ ഇതൊക്കെ ഇട്ടിട്ട് പറയാൻ അപ്പോസ്തലൻ. വെള്ളിയും പൊന്ന് എന്റെ കയ്യിൽ 4 പേരിൽ 4 മോതിരം എടുക്കാം. വെള്ളിയും പൊന്ന് എന്റെ കയ്യിൽ നിനക്ക് തന്നെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുക? അപ്പൊ എന്താ ഇദ്ദേഹത്തിന്റെ കയ്യില് 4 പേരിൽ 4 മോതിരം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പകൽ കർത്താവ് പറയുന്നത്, പത്രോസിന്റെ പടക കാണിക്കുന്നത് ഒറിജിനൽ യേശുവിനെ, മറ്റേ യേശു വേണം. ഒറിജിനൽ യേശു മതി.
എത്ര അത്ഭുതം ചെയ്യും, എത്ര അടയാളം ബൈബിള് പറയുന്നുണ്ട്. മറ്റൊരു യേശു വന്നിട്ട് ജനത്തെ വഞ്ചിക്കാൻ ഒരുപാട് സംഭവങ്ങൾ കാണിക്കും. ഹല്ലേലൂയ. വ്യാജമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതെല്ലാം ചെയ്ത് മനുഷ്യനെ ഇന്ന് വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കണം, യഥാർത്ഥ യേശു മതി, ഉപദേശം മതി. നമുക്ക് ബൈബിള് വേണം, ബൈബിള് വായിക്കണം. ബൈബിൾ വായിച്ചാലേ നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ട് പോകും, നമ്മൾ അതെല്ലാം വിശ്വസിക്കും. നമുക്ക് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നല്ല അമ്മിഞ്ഞ പാല് കുടിച്ചാലേ ആരോഗ്യമല്ല. കുഞ്ഞുങ്ങൾക്ക് ഈ മുലപ്പാല് കുടിച്ച് വളർന്ന നല്ല പ്രതിരോധ ശക്തിയാണ്, അല്ലേ? നല്ല പ്രതിരോധ ശക്തിയാണ്. മുലപ്പാല് കുടിക്കാതെ വളർന്ന കുട്ടികൾക്ക് പെട്ടെന്ന് രോഗം വരും, പിന്നെ പ്രതിരോധ ശക്തി കുറവായിരിക്കും. നമ്മൾ വായിച്ച പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:2 വായിക്കും. 1 പത്രോസ് 2:1. നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എങ്ങനെയുള്ള പാല് കുടിക്കണം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അപ്പൊ മായം കലർത്തിയ വചനം കുടിച്ചാൽ എന്ത് സംഭവിക്കും? പ്രതിരോധ ശക്തി ഇല്ലാതാവും. അപ്പൊ നമ്മൾ കുടിച്ച് അങ്ങനെ ആയി. അല്ലേ? ഈ മായം കലർത്തിയ വചനം കുടിച്ച് നമ്മുടെ എല്ലാ പ്രതിരോധ ശക്തിയും തകർന്നിരിക്കുക. സ്വതന്ത്രം. നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ല, പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയുന്നില്ല. അല്ലേ? പിശാച് വേഷം മാറി വന്നാൽ ആളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കുക, വിശ്വസിക്കുക. കാര്യം പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു. പെട്ടെന്ന് രോഗങ്ങൾ വരിക. അല്ലേ? ദൈവത്തിന് സ്വതന്ത്രം. കാര്യം എന്താ? മായം കലർന്ന വചനം നമ്മൾ കുടിച്ച് ആ പാല് കുടിച്ച് നമ്മുടെ ആ ആരോഗ്യം ഒക്കെ എന്തായി നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്നൊരു കാര്യം തീരുമാനമെടുക്കണം, മായമില്ലാത്ത വചനത്തെ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന കള്ളയപ്പസ്തോലന്മാര്, കള്ളപ്രവാചകന്മാര് വചനത്തോട് മായം കലർത്തി തരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കണം. ഹല്ലേലൂയ. അത് വേണ്ടെന്ന് വെക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഭാഗമുണ്ടല്ലോ, 1 കൊരിന്ത്യർ 2:2 ഒരു കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 2:17 വാക്യം വായിച്ച്. 2 കൊരിന്ത്യർ 2:17. ഞങ്ങൾ ദൈവവചനത്തിൽ മായം കലർത്തുന്ന കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തിൽ ഇല്ലാത്തത് ഈ വചനത്തോട് ചേർത്ത് പറയുന്നത് എന്താണ്? കള്ളയപ്പസ്തോലന്മാര്, കള്ളവേലക്കാരാണ്. ഹല്ലേലൂയ. വചനത്തോട് കൂട്ടുചേർക്കുന്നത് അല്ലേ? വളരെ പൗലോസ് ഞങ്ങൾ വചനത്തോട് എന്ത് ചെയ്യുന്നില്ല? വചനത്തോട് കൂട്ടുചേർക്കുന്നില്ല. വചനത്തിൽ മായം കലർത്തുന്നില്ല. മനസ്സിലായല്ലോ? എന്താണ് അതൊരു വായിച്ച്? ഞങ്ങൾ വചനത്തോട് അനേകരെ പോലെയല്ല, നിർമ്മലതയോടെ ദൈവത്തിന്റെ കൽപ്പനയാല് എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ദൈവത്തിന് സ്വന്തം. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? വചനമെന്ന മായമില്ലാത്ത പാല്. ദൈവത്തിന് സ്വന്തം. മറ്റേ കള്ള യേശു നമുക്ക് പുറത്താക്കാം, അല്ലേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു മതി, അല്ലേ? അവിടെ യോഹന്നാൻ പറയുന്നത് നമുക്ക് വേണ്ട യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ യേശുവിനാണ്. ആ വാക്കുകൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:13. ആ കാര്യം തീരുമാനിച്ച് ഓർപ്പിച്ചിട്ട് വേണം പോകാൻ. യോഹന്നാന്റെ സുവിശേഷം 3:13 വായിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ യേശു, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ യേശു. അപ്പൊ പിന്നെ വേറൊരു യേശുവിന് അവിടെ സ്ഥാനമില്ല. ഹല്ലേലൂയ. കാര്യം മനസ്സിലായോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു,
ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന യേശു. ആ യേശുവിനെയാണ് എനിക്ക് വേണ്ടത്. Praise the Lord. Hallelujah. Hallelujah. അപ്പൊ ആ യേശുവിന്റെ പ്രത്യേകത, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു, സ്വർഗത്തിൽ ഇരിക്കുന്ന യേശു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഉപദേശം ഏതായിരിക്കും? സ്വർഗത്തെ കുറിച്ചുള്ള ഉപദേശമായിരിക്കും. കാര്യം മനസ്സിലായത്? അപ്പൊ കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. സ്വർഗവുമായി അടുപ്പിക്കുന്ന ഉപദേശമാണോ ഇങ്ങേര് തരുന്നത്? അവൻ ഒറിജിനൽ. സ്വർഗവുമായിട്ട് അകറ്റുന്ന ഉപദേശമാണോ തരുന്നത്? അവൻ ഡ്യൂപ്ലിക്കേറ്റ്. എന്താണ്? നമ്മുടെ യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ, സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവൻ. അപ്പൊ ആ യേശുവിന്റെ വേലക്കാർക്ക്, ആ യേശുവിന്റെ പ്രവാചകന്മാർക്ക്, ആ യേശുവിന്റെ അപ്പോസ്തലന്മാർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സ്വർഗത്തെ കുറിച്ച്. പടകിനകത്ത് അവൻ യഥാർത്ഥ ക്രിസ്തു കയറി പോയി. ഇന്ന് പകലെത്ര പേർക്ക് ആ വാതിലൊന്ന് തുറന്നു ഞാൻ കഴിയും? യേശുവേ, സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിനാ, സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിനാ നമ്മുടെ പാപം സ്വഭാവത്തെ മനസ്സിലാക്കി തന്ന്, നീ പാപത്തിൽ തുടരരുത്, നിന്റെ എല്ലാ ദുശീലങ്ങളും മാറ്റുക, ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. എന്റെ ശക്തി ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. നീ ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും, നീ അന്വേഷിച്ചാൽ നീ കണ്ടെത്തും, നീ മുട്ടുന്നത് ഞാൻ നിനക്ക് തുറന്നു തരും. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവ് പറയുന്നു, എന്റെ പുത്രനെ ആർക്ക് വേണം? ഹല്ലേലൂയ. എന്റെ പുത്രനെ ആർക്ക് വേണം? ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നവനായി സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ യേശുവിനെ ആർക്ക് വേണം? ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പത്രോസിന്റെ പടകിൽ നിറഞ്ഞൊരു അടയാളം വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അധികം താമസമില്ല. കർത്താവ് പറയുന്നു, കർത്താവിന്റെ ഒരു പ്രത്യേകത, ശുദ്ധീകരണം കഴിഞ്ഞ പടകിലാണ് അത്ഭുതം ചെയ്യുന്നത്. വെറുതെ ചെയ്യുന്ന ആളല്ല കർത്താവ്. ശുദ്ധീകരണം ചെയ്ത പടകിലെ അത്ഭുതം ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല, അല്ലെങ്കിൽ അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ, ശുദ്ധീകരണം ഇല്ലാത്ത അത്ഭുതങ്ങൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ കാരണം നമുക്ക് ദൈവത്തോട് പിറുപിറുപ്പും പിന്മാറ്റവും വരാൻ അത് കാരണമാകും. എന്നാൽ ശുദ്ധീകരണത്തോടു കൂടെ ഒരു അത്ഭുതം നടന്നാൽ നമ്മൾ സ്വർഗത്തിലെത്തും. ഹല്ലേലൂയ. അതിനെ കർത്താവ് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പറയും, കർത്താവേ, എന്റെ കുറവുകളെ മനസ്സിലാക്കി തരണമേ. ഹല്ലേലൂയ. എന്റെ ദുശീലങ്ങൾ, പാപസ്വഭാവങ്ങൾ, കർത്താവെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ നോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, എനിക്ക് നിന്നെ മതി അപ്പ. സ്വർഗത്തിൽ ഇറങ്ങി വന്ന യേശുവിനെ മതി, സ്വർഗത്തിൽ ഇരിക്കുന്ന യേശുവിനെ മതി. അവൻ വേറെ യേശുവിനെ എനിക്ക് വേണ്ട, വേറെ സുവിശേഷം എനിക്ക് വേണ്ട, വേറെ ആത്മാവ് എനിക്ക് വേണ്ട, വേറെ ആത്മാവ് എനിക്ക് വേണ്ട. എത്ര പേര് ആത്മാർത്ഥമായിട്ട് എനിക്ക് അങ്ങയുടെ ആത്മാവിനെ മതി, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ മതി, യഥാർത്ഥ ക്രിസ്തുവിന്റെ ആത്മാവിനെ മതി. സ്വർഗത്തിൽ ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിലിരിക്കുന്നവനാണ്, യഥാർത്ഥ ക്രിസ്തുവിന്റെ സത്യാത്മാവിനെ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധ്യം വരുത്തുന്ന സാക്ഷാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് മതി, മതിയപ്പ.